നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരേഡസ് ഗാവിയെ ചവിട്ടിക്കൂട്ടിയെ നമ്മളൊക്കെ കണ്ടു. എന്താണ് സംഭവിച്ചത്? അന്ന് യഥാർത്ഥത്തിൽ കളി കഴിഞ്ഞിട്ട് ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. സ്പാനിഷ് താരങ്ങൾ ആഘോഷവുമായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഓടുന്നു. അപ്പോൾ ആ ഓട്ടത്തിൻ്റെ സമയത്തുണ്ടായ ചെറിയ വിഷയം അത് പിന്നീടങ്ങ് വലുതാവുകയായിരുന്നു. അതിൽ പരേഡസ് ഇടപെടുന്നു. പരേഡസ് എറിക് ഗാർഷ്യയുടെ കഴുത്തിൽ പിടിച്ച് തള്ളുന്നു. അതിലിടപെടാൻ പോയ ഗവിയെ ശരിക്കിട്ടലക്കി നിലത്തിട്ട് അടിക്കുന്ന അവസ്ഥ, ഒരു WWE സ്റ്റൈലിൽ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ്. ഒടുവിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് ഗാവി. നമുക്കറിയാമോ, പരേഡസിനെതിരെ അർജൻറ്റീനയുടെ ടീം കളിക്ക് ശേഷം നടത്തിയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ഫിഫ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരേഡസിനെതിരെ റഫറി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് റെഡ് കാർഡ് കളിക്ക് ശേഷം ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഗാവി പറയുന്നു, അവരെ വിലക്കും എന്ന് ഞാൻ കരുതുന്നില്ല, അവർക്ക് വിലക്ക് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് കാണുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, വേൾഡ് കപ്പും മറ്റുമൊക്കെ കാണുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് ഇതൊരു നല്ല ഇമേജ് അല്ല കൊടുക്കുന്നത്. ഇത് ഫുട്ബോളിൻ്റെ ഭാഗമാണ് എന്ന് പറയാം, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ കളിക്കിടയിൽ തന്നെ വെച്ചിട്ട് അയാൾ റെഡ് കാർഡ് കണ്ട് പോവേണ്ട ആളാണ്. ദാറ്റ്സ് ഓൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇൻ ദി എൻഡ് ഇത് ഫുട്ബോളാണ്. ഫുട്ബോളിന് അതിൻ്റേതായിട്ടുള്ള വഴികളുണ്ട് എന്നുകൂടി ഇപ്പോൾ ഗാവി പറയുന്നു. ഈ വിഷയത്തിൽ ഗാവിയുടെ ഒരു പ്രതികരണം, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. ഇതൊന്നും കുട്ടികൾക്ക് മുമ്പിൽ നല്ലൊരു മാതൃകയല്ല കളിക്കളത്തിൽ ഇങ്ങനെ പെരുമാറുന്നത്. പിന്നെ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്, ഫോക്സ് സ്പോർട്സിൻ്റെ എക്സ്പെർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞത്, പരേഡസ് എന്നെപ്പോലുള്ള ഒരാൾ കളിക്കളത്തിൽ എതിരാളിയായിട്ടില്ല എന്നുള്ളത് ഭാഗ്യമെന്ന് കരുതട്ടെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവനുമായിട്ട് ഹെഡ് ബട്ട് ചെയ്തിരുന്നു. എന്നിട്ട് സെൻഡ് ഓഫ് രണ്ടാക്കൊരു പക്ഷേ കിട്ടുമായിരുന്നു. അത് സംഭവിക്കേണ്ടതായിരുന്നു. ഇത് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. എനിക്കറിയില്ല എന്താണ് ഈ സ്പെയിൻ പ്ലേയേഴ്സ് അവിടെ നോക്കി നിന്നത് എന്നുള്ളത്. തങ്ങളൊരു ടീംമേറ്റിനെ മറ്റൊരാൾ ഇങ്ങനെ അടിച്ചിട്ടിട്ട് എന്തിനു നോക്കി നിന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ആ വിഷയത്തിൽ ഇപ്പോൾ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് തൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.